താങ്ക് യു. അരുൺ മോഹൻ നമ്മൾ പറഞ്ഞാലും അരുൺ മോഹൻ അരുണെ തന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വൈറലായ പേര്. എന്താണ് ആ പേര്? ഒരേ ഒരു രാജാവ്. അത് ഞാൻ വിളിക്കുന്നതല്ല, എന്റെ ഫാൻസ് എന്നെ വിളിക്കുന്നത്. അതെന്റെ ഇൻസ്റ്റാ ഐഡിയ ആണ്. അതെ, അതെ, ഇൻസ്റ്റാ ഐഡിയ ആണ്. കഴിഞ്ഞ തവണ വന്നപ്പോ ഞങ്ങൾ എല്ലാരും ഏറ്റെടുത്തതാണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരേ ഒരു രാജാവ് എന്ന് പറയുന്നത് ഒരേ ഒരു രാജ. വെരി ഗുഡ്, വെരി ഗുഡ്. അരുൺ ആരാണ് ഇവര്? ഇത് എന്റെ കൊച്ചനാണ്. മഹേഷ്. മഹേഷ് അണ്ണൻ. ശരി, അപ്പൊ മഹേഷ് അണ്ണനും ഉണ്ട്, ഒപ്പം നമ്മുടെ ഒരേ ഒരു രാജാവും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പെർഫോം ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആണ്. നമുക്ക് ഓരോന്ന് തുടങ്ങിയാലോ? ഞെട്ടിച്ചു തുടങ്ങാം. റെഡി അല്ലേ? എന്നാ ഒരു കൈയടി പാസ്സാക്കിക്കോ. യെസ്, തുടങ്ങാം. ആദ്യമായിട്ട് കമലഹാസന്റെ ഒരു കൺമണി അൻപോട കാതലൻ ഞാൻ എഴുതും കടതും പൊന്മണി പൊൻ വീട്ടിൽ സൗഖ്യമാ നാണെങ്കിൽ സൗഖ്യം என் காதல எங்க சொல்ல சொல்ல அழதான் வருது நான் அழுது ஓ சோகம் உன்னை தாக்கணும்னு நினைக்கும் போது மழை அழுது கூட நின்றுடுது. അടുത്തത് മാധവൻ അധികം ആരും ചെയ്യാത്ത വോയിസ് ആണ് മാധവനൊക്കെ. சக்தி நான் உன் மேல ஆசைப்படல, நீ அழகா இருக்குன்னு நினைக்கல, ஆனா இதெல்லாம் நடந்துட்டு பயமா இருக்கு, யோசிச்சு சொல்லு. അടുത്ത് അങ്ങനെ അതൊന്നും ഇവിടെ ആരും കേൾക്കൂല. ഐ ലവ് യു ടു. സൈലൻസ്, എല്ലാരും സൈലൻസ്. ഐ ലവ് യു. I love you too. അടുത്തത് സൂര്യയുടെ ഒരു സൂര്യ സാർ ലൈവ് വോയിസ്. ஸ்டாலின் என் கூட படிச்சாக்கா அவன் வந்து நான் போஸ் தான் கூப்பிடுவேன். அவங்க ஃபேமிலி எனக்கு ரொம்ப க்ளோஸு. அவர் பொலிட்டீஷியனுக்கு வந்துட்டாரு, அது நல்லா இருக்குன்னு நினைக்கிறேன். அதுக்கப்புறம் என்னோட நண்பன் புதிய வரி புதிய பாதை தெரிஞ்சிருக்காரு, அது நல்லா வரும்னு நான் நம்புறேன். ഓ എന്നാ പറയുന്നു പെർഫോമൻസിനെ പറ്റി? ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഈ സൂര്യയുടെ അടുത്തും ക്രഷാണ്, മാധവന്റെ അടുത്തും ക്രഷാണ്. അങ്ങനെ ഞാൻ ആ സ്വന്തം ഭർത്താവിന്റെ അടുത്ത് അത് ഇത്തിരി കാണിച്ചിരുന്നു. അവിടെ റഷാണ്, അവിടെ റഷല്ല. അരുൺ, ഇതിനു മുമ്പേ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വന്നിട്ട് കൊറേ ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ചില്ലേ ഇവിടെ? സത്യം പറഞ്ഞില്ലേ? പറഞ്ഞിരുന്നു. അതൊക്കെ സാധിച്ചുവോ? അത് സാധിച്ചു വരുന്നുണ്ട്. ഷോസ് ഒക്കെ കിട്ടി തുടങ്ങി അല്ലേ? കൊറേ ഷോസ് കിട്ടി, എന്തൊക്കെയോ വേണം എന്തൊക്കെയോ പറഞ്ഞില്ലേ? വീൽ ചെയർ. എന്താണ് ഇനി ആഗ്രഹങ്ങൾ? എന്താ കേക്കട്ടെ ആഗ്രഹങ്ങള്? എനിക്ക് ഇനിയും പ്രോഗ്രാം ചെയ്യണം. പ്രോഗ്രാം ചെയ്യണമെങ്കിൽ എനിക്ക് ഒരു വണ്ടി വേണം, ഒരു വീൽ ചെയർ വേണം. അതിന് കിട്ടിയില്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പരിപാടിക്കൊന്നും പോകാൻ പറ്റത്തില്ല. പരിപാടിക്ക് ജോലിക്കായാലും പോകാൻ. ഓട്ടോമാറ്റിക് വീൽ ചെയർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രിക്കിന്റെ. കാരണം ഈ ഒരു അവസ്ഥയിൽ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതിന്റെ ഒരു ആലോചിക്കൂ. അപ്പൊ അരുൺ, നമുക്ക് കുറച്ച് കണ്ണടച്ച് ഒന്ന് സ്വപ്നം കാണാം. അപ്പൊ അരുണിനൊരു വീൽ ചെയർ കിട്ടി, കണ്ണ് അടയ്ക്കൂ. വീൽ ചെയർ കിട്ടി, അരുൺ കുറേ ഷോസിൽ പടപടപടാന്ന് എത്തുന്നു. സ്വന്തമായിട്ട് ഇന്ന് 1-2 ഷോ ചെയ്യുന്ന ആള് സഡൻലി ഒരു ദിവസം 2-3 ഷോ ചെയ്യുന്നു. ഒരുപാട് ആൾക്കാരെ കയ്യടി നേടുന്നു, ഒരുപാട് കാശുണ്ടാക്കുന്നു, ഒറ്റയ്ക്ക് പോവാൻ പറ്റുന്നു. എല്ലാരും ഫാമിലി ആൾക്കാരുണ്ടെങ്കിലും പക്ഷെ അല്ലേ അരുൺ, കണ്ണടച്ചിങ്ങനെ സ്വപ്നം കാണൂ. ബ്യൂട്ടിഫുൾ ആണോ? എന്താ തോന്നുന്നത്? ഒരേ ഒരു രാജാവിന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സന്തോഷം സമ്മാനം ഇതാണ്. താങ്ക് യു സോ മച്ച്. ഇഷ്ടായോ? സ്വപ്നം കണ്ടത് ഇനിയിപ്പോ പറയാൻ പറ്റത്തില്ല. ആണോ? എന്നാ ഞങ്ങളൊരു കാര്യം കൂടെ കാണിച്ചു തരാം. മുന്നോട്ടേക്ക് നിൽക്കുക പ്ലീസ് പ്ലീസ്. ഇന്നലകളിൽ മിന്നിയതെല്ലാം നൂറഴകോടെ വീണ്ടും വിരിയാം വൻ വിജയങ്ങൾ നിൻ വഴി നീളെ വന്നെതിരേൽക്കും കാലം വരവായി.
അരുൺ മോഹൻ കണ്ടിരുന്ന ഈ ഒരു സ്വപ്നം അങ്ങനെ റിയൽ ആവാണ്. അതിനുള്ള എല്ലാ ഇതും ഒരുക്കിയത് ഇവരാണ്. താങ്ക് യു. കുടഞ്ഞതാകെയും കുടഞ്ഞറിഞ്ഞിടാൻ ഉറച്ച എന്താ പറയണമെന്ന് അറിയത്തില്ല. എന്ത് പറയണെന്ന് ഭയങ്കര ഇവർക്ക് അതിലേറെ സന്തോഷം. ആലോചിച്ച് നോക്കി, ഇവിടെ വരെ വന്ന് അത് അന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷമാണ് അവരുടെ ആഗ്രഹം എന്നാൽ സാധിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അവര് മുന്നോട്ടേക്ക് വന്നത്. കണ്ടിട്ടുണ്ടോ? ഇല്ല, അദ്ദേഹം വലിയൊരു കലാകാരനാണ്. ഏലൂർ ബിജു എന്നാണ് പേര്. സോപാന സംഗീത വിദഗ്ധനുമാണ്. ഓക്കെ, ഒരേ ഒരു രാജാവിന് ഇപ്പൊ രഥം കിട്ടി. അതെ. യെസ്, എക്സാക്ട്ലി. ഇതിന് നമുക്ക് രഥം തന്നെ പേരിടാം അല്ലേ? രഥം. രഥം എന്നാ ഇതിലേക്ക് ഇത് ഇരുന്ന് നോക്കണ്ടേ? എനിക്ക് ഏടാ. എന്താ തോന്നുന്നത് അരുൺ? ഭയങ്കര സന്തോഷം തോന്നുന്നു. അച്ഛനും അമ്മയും വന്നിട്ടില്ലേ? അച്ഛനും അമ്മയും പെങ്ങളും വന്നിട്ടുണ്ട്. നമുക്ക് അവരെയും കൂടെ ഒന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛനും അമ്മയും പ്ലീസ് ജോയിൻ ചെയ്യണം. ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റിലേക്കാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതിനൊരു സാഹചര്യം ഒരുക്കി തന്ന ബിജു സാറിനോടാണ് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നത്. എന്ത് തോന്നുന്നു സാർ ഈ ഒരു അവസരത്തില്? ഒരുപാട് സന്തോഷം. സോപാന സംഗീതം എന്നതാണ് എൻ്റെ മേഖല. കുട്ടികൾ ഒരു 300 ചില സ്റ്റുഡൻസ് ഉണ്ട് എനിക്ക് സോപാന സംഗീതത്തിൽ. അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സ്നേഹ സോപാനം ഏലൂർ ബിജു എന്ന് പറഞ്ഞൊരു ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗവും കൂടിയാണ്. അപ്പോൾ ആ എപ്പിസോഡ് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു ആഗ്രഹമുണ്ടായി. ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന, സേഫ്റ്റിയിൽ ജോലി ചെയ്യുന്ന അഭിലാഷാണ്, എൻ്റെ ശിഷ്യനും കൂടിയാണ് അഭിലാഷ്. അപ്പോൾ അഭിലാഷിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനൊരു സംവിധാനമുണ്ട്, നമുക്കത് ചെയ്യാം, എല്ലാം ഭഗവാന്റെ അനുഗ്രഹം, അങ്ങനെ നമുക്ക് സാധിക്കുന്നത് ചെയ്യാന്നുള്ളതാണ്. ഞങ്ങളുടെ ഒരു സന്തോഷമാണ് അരുണിൻ്റെ കൂടെ, ഈ രാജാവിൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നു നമ്മുടെ അരുണിന്റെ പെങ്ങൾക്ക് എന്തോ ഭയങ്കര ഇമോഷണലായി വരുമ്പോ തന്നെ അരുൺ പെങ്ങളെ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടായത്. പേരെങ്ങനെ? പെങ്ങളുടെ പേര് പറയും. അഖില. അഖില വർക്ക് ചെയ്യുവാണോ, പഠിക്കുവാണോ? വർക്ക് ചെയ്യാണ്. ഓക്കെ, എന്ത് തോന്നി ഈ ഒരു മൊമെന്റിനെ പറ്റി? വളരെ സന്തോഷം. സ്വന്തമായിട്ടൊരു വണ്ടിയൊക്കെ കിട്ടി. ഇനിയിപ്പോ ഒറ്റയ്ക്കൊക്കെ നടക്കാൻ തുടങ്ങും കേട്ടോ. അരുൺ ഇതൊന്ന് ഓടിച്ച് കാണട്ടെ അല്ലേ? അതെ, ഒന്ന് ഓടിക്കുക. ഒന്ന് ഓടിച്ച് അത് ആദ്യം പഠിക്കുക എങ്ങനെയാന്നുള്ളത് അറിയട്ടെ. അതാ സ്വപ്നത്തിലേക്കുള്ള പോക്ക് അല്ലേ? എനിക്കറിഞ്ഞു വന്നോ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? ഇനി ഒരു ദിവസം 2-3 പരിപാടിക്ക് എത്തും, പെട്ടെന്ന് എത്തും. അന്ന് അച്ഛന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞെങ്കിൽ ഇന്ന് എനിക്ക് ആ കണ്ണുകളിലൂടെ അച്ഛന്റെ സന്തോഷമാണ് കാണാൻ പറ്റുന്നത്. എന്ത് തോന്നുന്നു അച്ഛൻ? ഭയങ്കര സന്തോഷം. ഹാപ്പിയായി ചേട്ടാ. വലിയ സിംഹങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പെർഫോമൻസ് ഒക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ബിജു ഏട്ടന്റെ ഒരു ശരി. ഇതെന്റെ ഭാര്യയാണ്, പേരും കൂടെ. നമസ്കാരം. എന്ത് ചെയ്യുന്നു? കൂടെ ഒരുമിച്ച് ഗാനം അങ്ങനെ എന്തെങ്കിലും? സപ്പോർട്ട് മാത്രം. കൈയടിച്ച് ഞാൻ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. മതിയല്ലോ, അതല്ലേ ഏറ്റവും വലിയൊരു വേണ്ടത്. അതെ. അപ്പൊ എന്തായാലും എനിക്കൊന്ന് ചേട്ടന്റെ വക ഒരു പെർഫോമൻസ് പ്ലീസ്. താങ്ക് യു സോ മച്ച്. നമഃ ശിവായ നമഃ ശിവായ ശംഭോ അർദ്ധനാരീശ്വര ശംഭോ ശംഭോ
പുരിജട കേട്ടി വലത്തി ഭാഗം പുരികുഴൽ തിരുകി ഇടത്തെ ഭാഗം പുരിജട കേട്ടി വലത്തെ ഭാഗം പുരികുഴൽ തിരുകി ഇടത്തെ ഭാഗം മതികലച്ചൂടി വലത്തെ ഭാഗം മലർനിരത്തിരുകി ഇടത്തെ ഭാഗം മതികലച്ചൂടി വലത്തെ ഭാഗം മലർനിരത്തിരുകി ഇടത്തെ ഭാഗം കനൽ മിഴിക്കത്തി വലത്തെ ഭാഗം തൊടുകുറി മിന്നി ഇടത്തെ ഭാഗം ഭസ്മം ചാർത്തി വലത്തെ ഭാഗം കളഭാഗിതമാം ഇടത്തെ ഭാഗം ഭസ്മം ചാർത്തി വലത്തെ ഭാഗം കളഭാഗിതമാം ഇടത്തെ ഭാഗം ഭയങ്കര മൂടായിരുന്നു എന്റെ പുള്ളേ. ഡിവൈൻ ഫീൽ ആയിരുന്നു. ഹാപ്പി മൊമെന്റിനെ കുറച്ചും കൂടെ ഒന്ന് ലിഫ്റ്റ് അപ്പ് ചെയ്തു അല്ലേ? ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ കറക്റ്റ് അമ്പലത്തിനകത്ത് നിൽക്കുന്ന ഒരു ഫീൽ ആയി ശ്വേതിജി നമ്മളോടൊപ്പം ഒന്നും ജോയിൻ ചെയ്യണം, കാരണം പ്രമാണിയാണ് നമ്മുടെ എല്ലാ നാട്ടുകൂട്ടത്തിനെ റെപ്രസെന്റ് ചെയ്ത് അവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും പ്രമാണി, നമുക്ക് സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിനായി പ്ലീസ്. നമുക്ക് എന്തായാലും ഒരു 2 വരി അച്ഛന്റെ പാട്ട് കേൾക്കണം. പാട്ട് കേൾക്കണം Yes. അല്ലേ അച്ഛാ? ഞാൻ 4 വരി ശ്ലോകം പാടാം. ആയിക്കോട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണി നമോസ്തുതേ. ഒന്നും കൂടെ ഒന്ന് ലിഫ്റ്റ് അപ്പ് ആയി അല്ലേ? കംപ്ലീറ്റ് ആയി അല്ലേ? ശരിക്കും പറഞ്ഞ ഫുൾ ആ ഒരു ഡിവൈൻ ഹാപ്പിനെസ് എല്ലാ മൊമെന്റും കൂടെ ചേർന്നിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ സ്നേഹ സമ്മാനങ്ങൾ നൽകാം. അതോടൊപ്പം തന്നെ ഇത്രയും നമുക്കൊരു സന്തോഷം നൽകി ഒരു ആദരവ് എന്തായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ നമ്മുടെ ബിജു സാറിന്. അത് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. അപ്പൊ അത് സ്നേഹ സമ്മാനമായിട്ട് തന്നെ സ്വീകരിക്കുക. ബിക്കോസ് നമ്മൾ ആരും അല്ല അങ്ങനെ ചെയ്യാൻ വേണ്ടി പോലും. എന്നാലും കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ നിന്നും ഒരു ആദരവ് ചടങ്ങ് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത്, അമൃത ടിവിനെ റെപ്രസെന്റ് ചെയ്ത് ഞങ്ങൾ നടത്തുകയാണ്. ഓക്കെ, നമുക്കപ്പോൾ ആ ചടങ്ങിലേക്ക് കിടക്കാം. സാർ പ്ലീസ്. അതുപോലെ തന്നെ ശ്വേതാജി ഒരെണ്ണം കൂടിയുണ്ട്. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ വന്ന് ഇത്രയും നമുക്ക് സ്നേഹ സമ്മാനം നൽകിയ സാറിന് ഒരു ചെറിയൊരു മൊമെന്റും കൂടെ. ലോഡ് ഓഫ് ലവ്. ഇത് സ്നേഹ സോപാനത്തിലുള്ള മൊമെന്റോ ആണ്. ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുന്ന സ്വപ്നങ്ങൾ അല്ലേ സാറിലൂടെ സാധിക്കട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വരുന്ന എല്ലാ ഷോകൾക്കും പരിപാടികൾക്കും ഒക്കെ എല്ലാവിധ ആശംസകളും. ഞങ്ങളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഉറപ്പായിട്ടും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു സോ മച്ച്.